ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പിറന്നാളാണ്. 80ാം പിറന്നാൾ നിറവിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പതിവ് പോലെ തന്നെ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാതെയാണ് ഇന്നത്തെ പിറന്നാൾ ദിവസവും കടന്നു പോകുന്നത്. പക്ഷേ ഇന്നിപ്പോൾ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ തന്നെ നാളെ പിണറായി വിജയൻ അധികാരമേറിയിട്ട് 9 വർഷം പൂർത്തിയാകുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. രാജ്യത്താകമാനം ഇടതുപക്ഷ പ്രസ്ഥാനം വലിയ പ്രതിസന്ധി തകർച്ച നേരിടുമ്പോൾ ഇങ്ങ് കേരളത്തിൽ മാത്രം കനലൊരു തരിമതി എന്ന് പറഞ്ഞ കണക്കെ കേരളത്തിൽ മാത്രം ചെങ്കൊടി ഉയരെ പാറിപ്പറക്കുകയാണ്. ഒരുപക്ഷെ CPM രാഷ്ട്രീയവും സംസ്ഥാനത്തെ രാഷ്ട്രീയവും തന്നെ പിണറായി വിജയൻ എന്ന വ്യക്തിയിൽ കേന്ദ്രീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയേണ്ടി വരും. തിരിഞ്ഞു നോക്കിയാൽ കഴിഞ്ഞ 9 വർഷവും മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന് വിവാദങ്ങൾക്ക് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. ഒന്നാം ഭരണത്തിന്റെ ഒരു തിളക്കം രണ്ടാം പിണറായി സർക്കാരിന് അവകാശപ്പെടാനില്ല എങ്കിലും തുടർഭരണം തന്നെയാണ് ലക്ഷ്യമിടുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ വരുന്ന ഒരു വർഷം പിണറായി വിജയനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികൾ നിറഞ്ഞത് തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പായി. അപ്പോൾ ക്രൈസിസ് മാനേജർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പിണറായി വിജയനിലൂടെ വീണ്ടും ഇടതുപക്ഷത്തിന് അധികാരത്തിലേറാൻ കഴിയുമോ എന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. ദാവൂദ് സർ, പിണറായി വിജയൻ 80 വയസ്സ് പൂർത്തിയായിരിക്കുന്നു. ആ ഒരു പഴയ ഒരു കാർക്കശ്യവും ആ ഒരു കരുത്തുമൊക്കെ തന്നെ ഇപ്പോഴും ഉണ്ട് എന്ന് കരുതുന്നുണ്ടോ? കരുത്തുണ്ടോയെന്ന് ചോദിച്ചാൽ ആൾക്ക് പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണവും വൈഷമ്യങ്ങളും അല്ലാതെ പിണറായി വിജയൻ എന്ന് പറയുന്ന പേഴ്സണ ആ വ്യക്തിത്വത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിണറായി വിജയനെക്കുറിച്ച് നമുക്കെന്ന് പറയുമ്പോൾ അദ്ദേഹത്തായിട്ട് എൻഗേജ് ചെയ്യുന്ന കേരളീയ സമൂഹത്തിന് അദ്ദേഹം എങ്ങനെയാണോ അനുഭവിച്ചിരുന്നത് ആ സംഗതികളൊക്കെ ആ തിളക്കത്തോടു കൂടി തന്നെ ഈ 80ാം വയസ്സിലുണ്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നിലപാടുകൾ, പിന്നെ ദിവ്യ നേരത്തെ സൂചിപ്പിച്ച കാർക്കശ്യം എന്ന് പറയുന്ന കാര്യം, അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ പിണറായി വിജയൻ്റെ 80ാം ജന്മദിനം, അതേക്കുറിച്ച് ഇന്ന് മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ വാർത്തകൾ ചെയ്യുന്നുണ്ട്, ഫീച്ചറുകളുണ്ട്. പക്ഷേ നമ്മളിന്ന് ഡിസ്കഷൻ എടുക്കുന്നു. അതേക്കുറിച്ച് നമ്മൾ കാണേണ്ട ഒരു കാര്യം, അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് ലീഡറാണ്. ഈ മാർക്സിസ്റ്റ് പരിപ്രേക്ഷ്യത്തിൽ നോക്കുമ്പോൾ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയുണ്ടല്ലോ, അദ്ദേഹത്തിന് 80ാം ജന്മദിനത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുക, പിണറായി വിജയനെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് അമാർക്സികമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു മാർക്സിസ്റ്റ് ഒരിക്കലും ജന്മദിനത്തിൽ, ഞാൻ പറയുന്നത് ഇൻ പ്രിൻസിപ്പിളാണ് കേട്ടോ, ഇൻ പ്രാക്ടീസ് നേരെ തിരിച്ചുള്ള വിചിത്രമായ കഥകളൊക്കെ നമുക്ക് ഈ പഴയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ആ ജന്മദിനം ആഘോഷിക്കുക, ആ വ്യക്തിയെക്കുറിച്ച് പ്രത്യേകമായിട്ട് പരാമർശിക്കുക, പുകഴ്ത്തുക, അല്ലെങ്കിൽ ആ നിലക്കുള്ളൊരു ഡിസ്കോഴ്സ് ഇല്ല ഇതിനകത്ത്. എന്നുവെച്ചാൽ വ്യക്തി എന്ന് പറയുന്ന സംഗതി തന്നെ മാർക്സിസ്റ്റ് കാഴ്ചപ്പാടിൽ സ്വതന്ത്രമായൊരു ഘടകമല്ല, വ്യക്തി സ്വതന്ത്രമായ ഒരു ഘടകമല്ല എന്നുള്ളതാണ്. അത് എന്താ പറയുക, സാമൂഹിക ബന്ധങ്ങളുടെയും ഉൽപ്പാദന ബന്ധങ്ങളുടെയും വർഗസമരത്തിൻ്റെയും ഒക്കെ ഉൽപ്പന്നം മാത്രമാണ് വ്യക്തി. ഇതിനാണ് പ്രതിഭയുടെ രൂപീകരണം എങ്ങനെയാണ്. ഇപ്പോൾ പിണറായി വിജയൻ ഒരു മഹാപ്രതിഭയാണ്, ഒരു പൊളിറ്റിക്കൽ ജീനിയസ് ആണ്, ഒരു സംശയവുമില്ല. പക്ഷേ ഫോർമേഷൻ ഓഫ് എ ജീനിയസ് എന്നുള്ളത്, ഒരു പ്രതിഭ രൂപീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ്, അതേക്കുറിച്ച് പല നിലക്കുള്ള പല കാഴ്ചപ്പാടുകളുണ്ട്. ഇപ്പോൾ അതെന്താണ് ദൈവദത്തമായ കഴിവുകൾ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഒരു വ്യക്തിയുടെ അയാളുടെ സ്ട്രഗിൾ, അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കഴിവ്, അയാൾ നേടിയെടുത്തൊരു സംഗതിയാണ് അയാളുടെ പ്രതിഭ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. മാർക്സിസ്റ്റ് അങ്ങനെയല്ല വിചാരിക്കുന്നത്. ഒരു പ്രതിഭയുടെ രൂപീകരണം ഒരു വ്യക്തിയുടെ സ്വതന്ത്രമായ ഉൽപ്പന്നമല്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന പ്രതിഭ പിണറായി വിജയൻ്റെ ഉൽപ്പന്നമല്ല, അത് പിണറായി വിജയൻ നേടിയെടുത്തൊരു കാര്യമല്ല. അതെങ്ങനെയാണ്? അത് മാർക്സ് തന്നെ പറയുന്നുണ്ട്, മനുഷ്യൻ ചരിത്രം നിർമ്മിക്കുന്നു, പക്ഷേ തൊട്ടുടനെയുള്ള സാമൂഹിക ബന്ധങ്ങളാൽ നിർബന്ധിതനായി, അങ്ങനെ എന്തോ ഒരു വാചകം അദ്ദേഹം പ്രയോഗിക്കുന്നുണ്ട്. അപ്പം പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്രമായ വ്യക്തിത്വം ഇല്ല മാർക്സിസ്റ്റ് കാഴ്ചപ്പാടിൽ. അത് ഈ സാമൂഹിക ബന്ധങ്ങളുടെ ഉൽപ്പന്നമാണ്. ഈ സാമൂഹിക ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ CPM എന്ന് പറയുന്ന പ്രസ്ഥാനം, ഈ വാൻഗാർഡ് പാർട്ടി, അവർ നടത്തിയിട്ടുള്ള നിരന്തരമായ സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഇടപെടലുകളുടെയും ഒക്കെ ഫലമായി രൂപപ്പെട്ട ഒരു പ്രതിഭ മാത്രമാണ് പിണറായി വിജയൻ. അപ്പോൾ അതിൽ നിന്ന് പിണറായി വിജയന് മാത്രം അടർത്തി മാറ്റി സംസാരിക്കുക എന്ന് പറഞ്ഞൊരു മാർക്സിസ്റ്റ് രീതിയല്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാർക്സിസത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് ചുരുക്കം. അപ്പോൾ അത് അതിൻ്റെ സൈദ്ധാന്തികമായ കാര്യം. പിണറായി വിജയൻ ആ മാർക്സിസത്തിന് അങ്ങനെയൊക്കെ നിലപാടുണ്ടെങ്കിലും പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ 80ാം ജന്മദിനത്തിൽ മലയാളികൾ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കും. അത് സ്വാഭാവികമാണ്.
സംസാരിക്കുമ്പോൾ നിശ്ചയമായിട്ടും കേരളം പ്രൊഡ്യൂസ് ചെയ്ത മികച്ച രാഷ്ട്രീയ പ്രതിഭകളിൽ ഒരാളാണ് അദ്ദേഹം. ഓരോരുത്തർക്കും അവരുടെ ഒരു സിഗ്നേച്ചർ ഉണ്ടാകും. ഏത് പ്രതിഭയെ നമ്മളെടുത്താലും ഏത് നേതാവിനെ എടുത്താലും പല അടരുകളുണ്ടാകും അവരുടെ സ്വഭാവത്തിന്. പിണറായി വിജയനെക്കുറിച്ച് നമ്മൾ അങ്ങനെ എടുക്കുമ്പോൾ അതിലൊരു എന്താ പറയുക, ഏറ്റവും രജിസ്റ്റേർഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ ദിവ്യ പറഞ്ഞത് തന്നെയാണ്. കാർക്കശ്യം, നിലപാട് എന്ന് പറയുന്ന ഒരു സംഗതി, ദൃഢത എന്ന് പറയുന്നൊരു കാര്യം. അതേക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു പ്രയോഗം, പൊന്നാനിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ആ വർഷം ഏതായിരുന്നു, ഹുസൈൻ രണ്ടത്താണി മത്സരിച്ച ആ വർഷം പൊന്നാനിയിൽ CPIയിൽ നിന്ന് ആ സീറ്റ് എടുത്തിട്ട് CPM സ്വതന്ത്രനായിട്ട് ഹുസൈൻ രണ്ടത്താണി മത്സരിക്കുക എന്നാണ്. അപ്പോൾ അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഉദ്ഘാടനം അത് പിന്നെ അബ്ദുൽ നാസർ മഅദനി ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. അതിൽ പിണറായി വിജയനുണ്ട്, അബ്ദുൽ നാസർ മഅദനിയുണ്ട്. അപ്പോൾ പിണറായി വിജയനെക്കുറിച്ച് അബ്ദുൽ നാസർ മഅദനി അവിടെ നടത്തുന്നൊരു പ്രയോഗമുണ്ട്, ആകാശമിടിഞ്ഞു വീണാൽ അതിൻ്റെ മുകളിൽ കൂടെ നടന്നു പോകാം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അത് ശരിയായൊരു പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികൾ, ഇപ്പോൾ ആകാശം ഇടിഞ്ഞു വീഴാന്ന് വെച്ചാൽ അതിലും വലിയ പ്രതിസന്ധി വരാനില്ലല്ലോ, ആകാശം മൊത്തം താഴെ വീണാൽ. അപ്പോൾ അങ്ങനെ വീണപ്പോൾ എന്താ ചെയ്യുക, വീണ അതിൻ്റെ പൊടിയും പടലവും ഒക്കെ ഉണ്ടാവില്ല, അതിൻ്റെ മേലെ കൂടെ അങ്ങോട്ട് പോകാമെന്നേ എന്ന് ആ ഒരു പ്രകൃതമുള്ള ആളാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ, അദ്ദേഹത്തിൻ്റെ ഭാവത്തിൽ, അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ അത് നമുക്ക് കാണണമെങ്കിൽ ഈ നമ്മുടെ ഇദ്ദേഹം കൊല്ലപ്പെട്ടല്ലോ, കുലംകുത്തി TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിന് ശേഷം കേരളത്തിലുണ്ടായിട്ടുള്ള അതിഭയങ്കരമായിട്ടുള്ള CPMനെതിരായ വലിയ ജനവികാരമുണ്ട്. മാധ്യമങ്ങളെല്ലാം CPMനെ നിർത്തിപ്പൊരിച്ചുകൊണ്ടിരുന്നൊരു കാലമായിരുന്നു. CPMനല്ല, പിണറായി വിജയൻ്റെ നേതൃത്വത്തെ സവിശേഷമായി പിണറായി വിജയൻ ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അതിന് കാരണമുണ്ട്. ഈ കൊലപാതകത്തെ ന്യായീകരിക്കുന്ന സ്വഭാവത്തിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഈ കൊല്ലപ്പെട്ട് കിടക്കുന്ന മനുഷ്യനെക്കുറിച്ച് കുലംകുത്തി എന്നും കുലംകുത്തി തന്നെ എന്ന് പറയുന്നുണ്ട്. ആ പ്രയോഗം എത്രത്തോളം മാർക്സിസ്റ്റ് പ്രയോഗം നമ്മൾ വേറെ വിഷയം. അപ്പോൾ പാർട്ടി ഉലഞ്ഞു പോയൊരു സമയമായിരുന്നു, ശരിക്കും പാർട്ടി ഉലഞ്ഞു പോയൊരു സമയമായിരുന്നു. ആ ഒരു സന്ദർഭത്തെ മറികടക്കുന്നതിൽ CPMന് മറികടക്കാൻ പിണറായി വിജയൻ അല്ലാത്തൊരു നേതാവായിരുന്നുവെങ്കിൽ മറികടക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അന്ന് മറികടന്നതുപോലെ മറികടക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നേയില്ല. ആ ഒരു എന്താ പറയുക, നേതൃത്വപരമായ ദൃഢത എല്ലാ സന്ദർഭങ്ങളും അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. പാർട്ടി ക്രൈസിസ് പെട്ടപ്പോഴാണെങ്കിലും വ്യക്തിപരമായി അദ്ദേഹം ക്രൈസിസ് പെട്ടപ്പോഴാണെങ്കിലും VS അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതിലും മാധ്യമങ്ങൾ ഏതാണ്ടെല്ലാം BSൻ്റെ കൂടെയായിരുന്നു. അത് നമുക്ക് കാണാൻ പറ്റും. BS എന്ന് പറയുന്ന ഒരു ശക്തിമൂർത്തി, ഒരു നന്മയുടെ മൂർത്തി, പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ദുഷ്ടമൂർത്തി, ഇങ്ങനെയുള്ള ഒരു ബൈനറി കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. അതിൽ മാധ്യമങ്ങൾക്ക് പങ്കുണ്ട്. പിണറായി വിജയനെതിരെ VSനൊപ്പം എന്നതായിരുന്നു പൊതുവായി ജനറലായിട്ട് മാധ്യമങ്ങളുടെ നിലപാട്. ആ സന്ദർഭത്തിലും നിസ്സങ്കോചം, ഒരു ഒലച്ചലുമില്ലാതെ അതിനെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നമ്മൾ അങ്ങനെ CPMൻ്റെ ഒരു ഹിസ്റ്ററി, കേരളത്തിലെ മാർക്സിസ്റ്റ് പ്രസ്ഥാന ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ രണ്ട് റെക്കോർഡുകൾ പിണറായി വിജയന് മാത്രമുള്ളതാണ്. ഏറ്റവും കൂടുതൽ കാലം ഈ പാർട്ടിയെ നയിച്ച മനുഷ്യൻ അദ്ദേഹമാണ്. തുടർച്ചയായി അധികാരത്തിൽ വന്ന തുടർ ഭരണം കിട്ടിയ മാർക്സിസ്റ്റ് നേതാവും അദ്ദേഹമാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ലെഗസിയിൽ ഇത് രണ്ടെണ്ണമുണ്ട്. മറ്റൊരു നേതാവിനും EMS അടക്കമുള്ള ഒരു നേതാവിനും ഇല്ലാത്ത ഒരു സംഗതിയാണത്. അപ്പോൾ അത് ചുമ്മാ വന്നതല്ല, നേതൃശേഷി അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ്. അതിൻ്റെ ഗുണഫലങ്ങൾ കേരളത്തിനുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിനെന്തെല്ലാം ദോഷഫലങ്ങളുണ്ടോ ആ ദോഷഫലങ്ങളെല്ലാം കേരളത്തിനുണ്ടായിട്ടുണ്ട്, ആ പ്രസ്ഥാനത്തിനുണ്ടായിട്ടുണ്ട്. പിണറായി വിജയൻ -CPM എന്ന് പറയുന്ന, പിണറായി വിജയൻ ഇല്ലാത്തൊരു CPM എന്നത് CPMമാർക്ക് പോലും ആലോചിക്കാൻ പറ്റാത്ത വിധം എന്താ പറയുക, ഒരു ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് വ്യക്തികേന്ദ്രീകൃതമായ ഒരു സംഗതിയായിട്ട് ഈ പാർട്ടി മാറുന്നതും കാരണഭൂതരാകുന്നതും ഇങ്ങനെയൊക്കെയുള്ള ഇപ്പം തന്നെ നമുക്കറിയാലോ, പാർട്ടിയും ഭരണവും എല്ലാം ഒന്ന് തന്നെയൊക്കെയായി മാറിയ ഒരു സാഹചര്യം. ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡാണ്. അപ്പോൾ അത് ഏത് വ്യക്തിത്വത്തിലും അങ്ങനെ ഉണ്ടാവും. ഇത് രണ്ടും ആ വ്യക്തി, ആ നേതാവുള്ള സമൂഹവും ആ നേതാവുള്ള പ്രസ്ഥാനം അനുഭവിക്കേണ്ടി വരും. അത് കാണുന്നത് വ്യക്തിപരമായി ഞാൻ വളരെ ഇഷ്ടപ്പെടുന്നൊരു നേതാവാണ്. പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് അങ്ങനെ നേരിലധികം സംസാരിച്ചത് എൻ്റെ ഓർമ്മയിലില്ല. ഇങ്ങനെ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാൻ പോയിട്ടുണ്ട്. പക്ഷെ മുഖ്യമന്ത്രി ആയതിനു ശേഷം 2 തവണ ഞാൻ അദ്ദേഹത്തെ നേരിൽ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ
പൊതുവെ പിണറായി വിജയനെക്കുറിച്ചുള്ളൊരു ഒരു ഒരു ധാരണ, പിന്നെ പിണറായി വിജയൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളായുള്ള ആളുകൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പങ്കുവെക്കുന്ന പിണറായി വിജയനെക്കുറിച്ചുള്ള ഒരു ചിത്രമുണ്ട്. അത് തന്നെയാണ് അദ്ദേഹമായിട്ട് നേരിട്ട് സംസാരിച്ചത് നമുക്ക് മനസ്സിലാവും. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഞാൻ ഒരിക്കലും ഔട്ട് ഓഫ് ബോക്സ് തന്നെ പറഞ്ഞെന്ന് തോന്നുന്നു, പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം ശ്രദ്ധയോടെ കേൾക്കും, പറഞ്ഞു തീരുവോളം ശ്രദ്ധയോടെ കേൾക്കും, അതിൽ ഒരിക്കലും ഇടപെടില്ല. എന്നിട്ട് ഇത് കേട്ട് കഴിഞ്ഞാൽ സാധാരണ രാഷ്ട്രീയ നേതാക്കന്മാർ ചെയ്യുന്നത് പോലെ ഓക്കെ ശരി ഞാനത് ചെയ്യാം, നോക്കാം എന്ന് അദ്ദേഹം പറയില്ല. ചെയ്യാൻ പറ്റുന്നതേ ചെയ്യാമെന്ന് പറയും, പറ്റാത്തത് പറ്റില്ല എന്ന് തന്നെ പറയും. അതിപ്പോൾ ഞാനൊരു രാഷ്ട്രീയക്കാരനാണല്ലോ, ഒരാൾ ഇതായിട്ട് നമുക്ക് ശരിയാക്കാം എന്ന് അങ്ങനെ സുഖിപ്പിക്കുന്ന മനുഷ്യനേ അല്ല. അദ്ദേഹത്തിനുള്ള വിയോജിപ്പ് അതങ്ങനെ തന്നെ ഒരു ഇതുമില്ല. അദ്ദേഹം നിർദാക്ഷിണ്യം നിർദ്ദയം അദ്ദേഹം പറയും. അത് വളരെ നല്ലൊരു സ്വഭാവമായിട്ടാണ് ഞാൻ കാണുന്നത്. സാധാരണ രാഷ്ട്രീയക്കാർക്ക് ഇല്ലാത്തതാണ്. ആ സ്വഭാവമായിട്ട് രാഷ്ട്രീയത്തിൽ നിന്നാൽ രാഷ്ട്രീയത്തിൽ ക്ലച്ച് പിടിക്കില്ല എന്നുള്ളതാണ് പൊതുവായുള്ള ധാരണ. പക്ഷേ പിണറായി വിജയൻ അങ്ങനെയല്ല. അപ്പോൾ അദ്ദേഹം പലപ്പോഴും ധാർഷ്ട്യത്തോടെ പെരുമാറുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു എലമെൻ്റ് ഇതുകൂടെയാണ്. അങ്ങനെ വളച്ചു കെട്ടില്ലാതെ പറയുന്ന ഒരാളാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു. ജന്മദിനാശംസകൾ. ശരി അജിംസ്, പാർട്ടിയല്ല വ്യക്തിയല്ല പാർട്ടിയാണ് വലുത് എന്നതാണല്ലോ CPM-ൻ്റെ ഒരു അടിസ്ഥാനപരമായ ആശയം. പക്ഷേ ഇവിടെ പാർട്ടിയെ നയിക്കുന്നത് തന്നെ പിണറായി വിജയൻ എന്നൊരു തരത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ. അല്ല, അതിന് ചരിത്രപരമായ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ലോകത്തെമ്പാടും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ 1992 സോവിയറ്റ് യൂണിയൻ ഇല്ലാതായതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിരിച്ചുവിട്ട രാജ്യങ്ങളുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ റീഎമർജ് ചെയ്ത രാജ്യങ്ങളുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ നിശൂന്യരായി പോയ രാജ്യങ്ങളുണ്ട്. അതായത് ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തുണ്ടായിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ മഷിയിട്ട് നോക്കിയാൽ കാണാൻ പറ്റാത്ത സ്ഥലങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിന്നു. അതിനുശേഷം ഇപ്പോൾ 2025 എത്ര വർഷം കഴിഞ്ഞിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നിലനിൽക്കുന്നു, അവർ ഇലക്ഷനിൽ പങ്കെടുക്കുന്നു, ഒരു മുഖ്യമന്ത്രി ഉണ്ട്. ഇത് ചെറിയൊരു പ്രശ്നമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയില്ല, ഇപ്പോൾ വാഷിങ്ടൺ പോസ്റ്റും ന്യൂയോർക്ക് ടൈംസൊക്കെ വന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പറ്റി, കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പറ്റി ആർട്ടിക്കിൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതൊരു വെസ്റ്റേൺ കൺട്രിയിൽ അതൊരു അത്ഭുതമായതുകൊണ്ടാണ്. ഇന്ത്യ പോലൊരു രാജ്യത്ത്, ഒരു സംസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഭരിക്കുന്നു എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്. അപ്പോൾ അങ്ങനെയുള്ള അത്ഭുതം സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? അങ്ങനെ എന്താണ് പറയുക, അത്ഭുതങ്ങൾ കാണിക്കുന്ന നേതാക്കന്മാരുണ്ടെങ്കിൽ ആ പാർട്ടി നിലനിൽക്കാൻ കഴിയും. അതല്ലാതെ അതുവരെ നിലനിന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പോലെ സിദ്ധാന്തത്തിൻ്റെ മുകളിൽ അത് നിലനിൽക്കില്ല. മാസ് ലീഡേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആ പാർട്ടി നിലനിൽക്കാൻ കഴിയൂ. കാരണം അതിൻ്റെ സിദ്ധാന്തം ചോദ്യം ചെയ്യപ്പെടുകയും അതിൻ്റെ പ്രായോഗികത ടെസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്ത് കഴിഞ്ഞു. പിന്നെയുള്ളത് ഒരു പോപ്പുലർ ലീഡറിനാണ് ആ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അത് ചരിത്രത്തിൻ്റെ ഒരു അനിവാര്യത പോലെയാണ് പിണറായി വിജയൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആവുന്നത്. അതുകൊണ്ടാണ് ആ പാർട്ടി ഇന്ന് നിലനിൽക്കുന്നത്, ഇന്ന് അധികാരത്തിലുള്ളതും. അപ്പോൾ നമ്മൾ പഴയകാല മാർക്സിയൻ തിയറി വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പിണറായി വിജയനെ അളക്കാൻ പറ്റില്ല, പാർട്ടിയെയും അളക്കാൻ പറ്റില്ല. അത് നമ്മൾ മനസ്സിലാക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എല്ലാ ലീഡേഴ്സും വളരെ എന്താണ് പറയുക, പോളറൈസിങ് ഫിഗേഴ്സായിരുന്നു ഇത്തരത്തിലുള്ള നേതാക്കളെല്ലാം. ഇപ്പോൾ കരുണാകരൻ നോക്കുക, കരുണാകരനോളം സമൂഹത്തിൽ പോളറൈസേഷൻ ഉണ്ടാക്കിയിട്ടൊരു നേതാവില്ല. അദ്ദേഹത്തിന് അനുയായികൾക്ക് അദ്ദേഹം ദൈവതുല്യനായിരുന്നു, ലീഡറായിരുന്നു. ലീഡർ എന്ന് വിളിക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ എതിരാളികൾക്കോ, അതായത് അത്രമാത്രം എതിരാളികളെയും അനുയായികളെയും ഉണ്ടാക്കിയുള്ളൊരു നേതാവായിരുന്നു. സെയിം ആളാണ് പിണറായി വിജയനും. പിണറായി വിജയനെ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് അദ്ദേഹം എന്താണ്, ഒരു പിതൃബിംബമാണ്. ഇപ്പോഴും ഒരു പിതൃബിംബമാണ്. അദ്ദേഹത്തെ വെറുക്കുന്നവർക്ക് അദ്ദേഹത്തിനെതിരെ ആക്ഷേപങ്ങൾ ചൊരിയുന്നു. എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള നേതാക്കൾക്ക്, അതായത് മാസ് ലീഡേഴ്സിന് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണത്. അതേസമയം EK നായനാർ ഇതേ പാർട്ടി ഉണ്ടാക്കി, ഇതേ സിദ്ധാന്തം ഉണ്ടാക്കിയ മറ്റൊരു നേതാവാണ്. ആ നേതാവിനെ പറ്റി ഇപ്പോൾ EK നായനാർന്ന് കേൾക്കുമ്പോൾ ആരെങ്കിലും, അദ്ദേഹത്തിന് എതിരാളികളില്ലല്ലോ, ഇല്ലില്ല, അദ്ദേഹത്തെ ആരും വിമർശിക്കില്ല. അദ്ദേഹം EK നായർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മുഖത്തൊരു പുഞ്ചിരിയാണ് വരിക. അത് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തോടുള്ള താല്പര്യം കൊണ്ടോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടുള്ള താല്പര്യം കൊണ്ടല്ല. അത് അങ്ങനെയും നേതാക്കന്മാരുണ്ട്. EMS വേറൊരു ടൈപ്പ് നേതാവായിരുന്നു. EMS എന്ന് പറഞ്ഞൊരു ബുദ്ധിജീവിയായ ഒരു നേതാവാണ്. അപ്പോൾ അത് വേറെ ടൈപ്പാണ്. VS അച്യുതാനന്ദൻ മറ്റൊരു തരത്തിലുള്ള നേതാവാണ്. അപ്പോൾ ഈ നേതാക്കന്മാരെല്ലാം പാർട്ടിയുടെയോ സിദ്ധാന്തത്തിൻ്റെ ഉൽപ്പന്നങ്ങളല്ല, ചരിത്രത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, കരുണാകരനെ പോലെ തന്നെ, കരുണാകരനും ഇങ്ങനെ തന്നെ കർക്കശക്കാരനായ ഏകാധിപതിയായ ഒരു നേതാവായിരുന്നു. ഇപ്പോൾ പിണറായി വിജയനെ പറ്റി അധിക്ഷേപിക്കുന്ന പോലെ കരുണാകരനും അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ രണ്ട് നേതാക്കന്മാർക്കും സമാനതകൾ ഒരുപാടുണ്ട്. അവർ പാർട്ടിയിലും പിടിമുറുക്കിയിരുന്നു, ഭരണകൂടത്തിൽ അവർക്ക് പിടിമുറുക്കിയിരുന്നു. അവരെല്ലാത്തിൻ്റെ അവസാന വാക്കായിരുന്നു എല്ലാ കാര്യത്തിലും. ഈച്ച് ആൻഡ് എവരി കാര്യത്തിൽ അവർ രണ്ടുപേരും അവസാന വാക്കായിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ കരുണാകരൻ്റെ ഒരു CPM പതിപ്പാണ് പിണറായി വിജയൻ എന്ന് പറയാൻ കഴിയും.
പക്ഷെ കരുണാകരനേക്കാൾ ഒരുപക്ഷെ എന്താണ് പല കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന ചില വ്യക്തിപരമായ സവിശേഷതകൾ പിണറായി വിജയനുണ്ട്. അതിലൊരു കാര്യം, ഇപ്പോൾ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളിൽ പെട്ടെന്ന് കടന്നു വരുന്ന മുഖങ്ങൾ ഒരുപക്ഷെ ഉമ്മൻചാണ്ടി, നയനാർ, VS അച്യുതാനന്ദൻ ഇവരെയൊക്കെ അപേക്ഷിച്ച് പിണറായി വിജയൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഒരു CEO പോലെയാണ് അദ്ദേഹത്തിൻ്റെ സർക്കാരിനെ നയിക്കുന്നതെന്നാണ്. നോക്കുക, അപ്പോൾ ഒന്നാം പിണറായി വിജയൻ സർക്കാർ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ പലതരത്തിലുള്ള ക്രൈസിസിനെ നേരിട്ടു. ഈ ക്രൈസിസിനെ അദ്ദേഹം നേരിടുന്നത് സാമ്പ്രദായികമായ രാഷ്ട്രീയ നേതാക്കളുടെ ശൈലിയിലേ അല്ല. സാമ്പ്രദായികമായി രാഷ്ട്രീയ നേതാക്കൾ അതിനെ നേരിടുന്ന ശൈലിയിലല്ല അദ്ദേഹം നേരിട്ടത്. ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തെ അതിൻ്റെ CEO എങ്ങനെ നയിക്കുന്നു അതുപോലെയാണ് ആ കാലഘട്ടത്തിൽ കേരളത്തെ സർക്കാരിനെ പിണറായി വിജയൻ നയിച്ചത്. അതിന് അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥരുണ്ടാവും, അദ്ദേഹത്തിന് മറ്റു ഉപദേശകരൊക്കെ ഉണ്ടാവും. എങ്കിൽ പോലും ആ നേതൃപരമായ ശേഷി അതൊരു പൊളിറ്റിക്കൽ ലീഡറുടെ ശേഷിയല്ല, അതൊരു പാർട്ടി സെക്രട്ടറിയുടെ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെ CEOയുടെ നേതൃശേഷിയാണ്. ആ നേതൃശേഷി അദ്ദേഹം പ്രകടിപ്പിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് തുടർഭരണം ഉണ്ടായത്. അതിപ്പോൾ നിപ്പ നേരിട്ടതാണെങ്കിലും പ്രളയമാണെങ്കിലും കോവിഡിൻ്റെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹം ആ നേതൃശേഷി പ്രകടിപ്പിച്ച സയൻറ്റിഫിക്കായി കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. ആ ചെയ്യുന്നതിൽ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് ഒരു തുടർഭരണം നൽകുന്നതിന് സഹായിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന്, എന്നാൽ രണ്ടാം ടേമിൽ അദ്ദേഹത്തിന് ആ ഒരു തിളക്കം നിലനിർത്താൻ കഴിയുന്നില്ല എന്നുള്ളതും ശരിയാണ്. അതിന് മറ്റു പല ഘടകങ്ങളുമുണ്ട്. രണ്ടാം ടേമിലായപ്പോഴത്തേക്കും കേന്ദ്രത്തിലും രണ്ടാം ടേമാണ്, മോദി സർക്കാരിൻ്റെ രണ്ടാം ടേമാണ്. അവർ കുറേ കൂടി ആക്രമണോത്സുകമായ ഒരു ഫെഡറലിസ്റ്റ് വിരുദ്ധ സമീപനം കേരളത്തോട് സ്വീകരിക്കുന്നുണ്ട്, സാമ്പത്തികമായി സംസ്ഥാനത്ത് ഞെരുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ നിന്ന് കുറേ കൂടി കോംപ്രമൈസ് ചെയ്യപ്പെടേണ്ടി വരുന്നുണ്ട് പിണറായി വിജയൻ. ആ കോംപ്രമൈസ് ചെയ്യപ്പെടേണ്ടി വരുന്നതിന് ഒരുപാട് രാഷ്ട്രീയമായ വില നൽകേണ്ടി വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അദ്ദേഹത്തിൻ്റെ അനുയായികളും അദ്ദേഹത്തിൻ്റെ സർക്കാരും പൊതുവെ കേരള സമൂഹവും എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ അദ്ദേഹത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം. അതിലൊന്ന്, ഈ സർക്കാരിന് പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിന് ഉള്ള RSSൻ്റെ ബാന്ധവം, കേന്ദ്രത്തോടുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ, ഗവർണർമാരോടുള്ള ഇരട്ട സമീപനങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്നതിൽ കോംപ്രമൈസ്, അങ്ങനെ പല പല കാരണങ്ങളും വിമർശനം നേരിടേണ്ടി വരുന്നത് തന്നെ ഈ ഒരു കുറേ കൂടി ആക്രമണോത്സുകമായ സമീപനം കേന്ദ്ര സർക്കാർ കേരളത്തോട് സ്വീകരിക്കുന്നതുകൊണ്ടാണ്. അതിപ്പോൾ പിണറായി വിജയനല്ല മറ്റൊരു മുഖ്യമന്ത്രി ആയിരുന്നില്ല അത് തന്നെ നേരിടേണ്ടി വരുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഇദ്ദേഹത്തിൻ്റെ ഈ സവിശേഷതകൾ മൂലം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുണ്ടായ ഡാമേജ് എന്ന് വെച്ചാൽ, ആ പാർട്ടിക്ക് ഞാൻ ഡാമേജ് ഉണ്ടായെന്നല്ല കരുതുന്നത്. പിണറായി വിജയനെ കൊണ്ട് CPM എന്തെങ്കിലും നഷ്ടമുണ്ടായെന്ന് വെച്ചാൽ ഞാൻ തീർച്ചയായിട്ടും ഇല്ല എന്ന് പറയാം. കാരണം CPM പോലൊരു പാർട്ടിയെ ബംഗാളിൽ തകർന്നടിഞ്ഞിട്ടും കേരളത്തിൽ നിലനിർത്തുന്നത് പിണറായി വിജയനുള്ളതുകൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ശൈലി ഏകാധിപത്യ ശൈലി എന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്തും പുറത്തുള്ളവർ പറയും. പക്ഷെ അപ്പോൾ പോലും ഈ പാർട്ടി തകരാതെ നിലനിർത്തുന്നത് അദ്ദേഹം കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ശേഷം CPM എന്തെന്ന ചോദ്യത്തിന് മറുപടി പറയാൻ ഭയക്കുന്ന അണികളാണ് അദ്ദേഹത്തിനുള്ളത്. ആഫ്റ്റർ പിണറായി എന്തായിരിക്കും CPMൻ്റെ ഭാവി എന്ന് ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്കാണ്, തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം ആര് നയിക്കും ഈ പാർട്ടിയെ? ആ പാർട്ടിയെ നയിക്കുന്നത് അതിൻ്റെ സിദ്ധാന്തമാണോ, ആശയമാണോ, അതിൻ്റെ രാഷ്ട്രീയം തന്നെയാണോ എന്ന ചോദ്യത്തിന് പോലും മറുപടി പലർക്കും നൽകാൻ കഴിയുന്നില്ല. പക്ഷെ അതൊരു വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യം കൂടിയാണ്. അങ്ങനെ പോകേണ്ട ഒരു പാർട്ടിയാണോ എന്ന് വെച്ചാൽ അങ്ങനെ പോകേണ്ട പാർട്ടിയല്ല. ആ പാർട്ടി ഏത് നേതാക്കളില്ലെങ്കിലും മുന്നോട്ട് പോകേണ്ട പാർട്ടി തന്നെയാണ് തീർച്ചയായിട്ടും. അവരുടെ ആശയം വെച്ച് അവരുടെ രാഷ്ട്രീയം വെച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. പക്ഷേ അങ്ങനൊരു പ്രതിസന്ധി കൂടി ഇതിനുണ്ട്. ആ പ്രതിസന്ധി ഈ തരത്തിലുള്ള ഏകാധിപത്യ പ്രവണത കാണിക്കുന്ന എല്ലാ ലീഡേഴ്സും അവരുടെ പാർട്ടിക്ക് കൊടുക്കുന്ന ഇത് തന്നെയാണ്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി, കരുണാകരൻ പുറത്തു പോയി കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് എന്താണ് ഉണ്ടായത്? കരുണാകരൻ വേറെ പാർട്ടി NCP ഒക്കെ ഉണ്ടാക്കി മുരളീധരനും കരുണാകരനും പുറത്തു പോയല്ലോ. കോൺഗ്രസിന് പാർട്ടിയുടെ അവസ്ഥ എന്താണ്? അതായത് കരുണാകരൻ മൈനസ് കോൺഗ്രസ് എന്താണോ അതാണ് പിണറായി വിജയൻ മൈനസ് CPM എന്ന് പറയുന്നത്. അന്ന് ആ പാർട്ടിക്ക് കോൺഗ്രസിനേറ്റ ആഘാതത്തിൽ നിന്ന് ആ കോൺഗ്രസ് പാർട്ടി ഇന്ന് വരെ കേരളത്തിൽ തിരിച്ചു വന്നിട്ടില്ല. അത് മനസ്സിലാക്കണം. അത്രയും വാല്യൂബിൾ ആയിട്ടുള്ള അത്രയും മൂല്യവത്തായ ഒരു നേതാവാണ് CPMനെ സംബന്ധിച്ച് പിണറായി എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെയാണോ ഒരു നേതാവാകേണ്ടത്? ഇപ്പം അദ്ദേഹത്തിന് വിമർശകരും ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെയാണോ ഒരു നേതാവ് ആകേണ്ടതെന്ന് ചോദിച്ചാൽ ഇങ്ങനെ അല്ല നേതാക്കളാകേണ്ടത്. തീർച്ചയായിട്ടും എന്താണ് എല്ലാവരിൽ ഇപ്പം കേൾക്കുക, മറ്റുള്ളവരെ കേൾക്കുക എന്ന സ്വഭാവം പിണറായി വിജയൻ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരെയും അദ്ദേഹം കേൾക്കാറൊന്നുമില്ല. അദ്ദേഹത്തിന് കേൾക്കണമെന്ന് തോന്നുന്നവരെ അദ്ദേഹം കേൾക്കാറുള്ളൂ. അദ്ദേഹം എല്ലാ ചോദ്യങ്ങളെയും അഭിസംബോധന ചെയ്യാറില്ല, എല്ലാ ചോദ്യങ്ങളും അദ്ദേഹം എടുക്കാറില്ല, എല്ലാവർക്കും മറുപടിയും കൊടുക്കാറില്ല. അപ്പോൾ അങ്ങനെയല്ല ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു നേതാവ്, ഒരു ഐഡിയൽ നേതാവ് അങ്ങനെയൊന്നും അല്ല ആവേണ്ടത്. പക്ഷേ ഞാൻ പറയുന്നത് പോലെ അങ്ങനെ ഒരു ഐഡിയൽ നേതാവല്ല പിണറായി വിജയൻ. എങ്കിൽ പോലും CPMനെ സംബന്ധിച്ച് CPMനെ എന്ന് നിലനിർത്തുന്ന നേതാവാണ് അദ്ദേഹം. എനിക്കൊരു കാര്യം പറയാം. ഈ പിണറായി വിജയൻ ഇത്ര അല്ലേ, സാധാരണ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഭയങ്കര ശബ്ദം എടുത്തിട്ട് പ്രസംഗിക്കുന്ന ആൾക്കാരാണല്ലോ.
അങ്ങനെ പ്രസംഗിക്കുന്നവർക്കേ നേതാവാകാൻ പറ്റൂ എന്ന് ധാരണയുണ്ട്. അവർക്ക് പിണറായി വിജയൻ ഒരു മാതൃകയാണെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ഇദ്ദേഹം പാർട്ടി സെക്രട്ടറി, ഞാൻ ഫാറൂഖ് കോളേജ് പഠിക്കുമ്പോഴാണ് പാർട്ടി സെക്രട്ടറി ആകുന്നത്. അപ്പോൾ ആ സമയത്ത് പാർട്ടി സെക്രട്ടറിയുടെ ഉടനെ അവിടെ ഒരു പുതുക്കോട് എന്ന് പറഞ്ഞിട്ട് ഗ്രാമമുണ്ട് ഫാറൂഖ് കോളേജിൻ്റെ ഉള്ളിൽ. അവിടെ പാർട്ടി ഓഫീസ്, ലോക്കൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അദ്ദേഹം വരികയാണ്. പാർട്ടി സെക്രട്ടറി അതിന് ശേഷമുള്ള ആദ്യത്തെ ഇതായതുകൊണ്ട് വലിയ ജനവും ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം അവിടെ വന്നിട്ട് വലിയ ജനക്കൂട്ടമാണ്. ഇങ്ങനെ പതുക്കെ എന്തൊക്കെയോ ദേശീയ സാഹചര്യം, സർവ്വദേശീയ സാഹചര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവിടെയുള്ള ഒരു സഖാവ്, എൻ്റെ സുഹൃത്തെ ഒരു സഖാവ്, എന്താണിത്, ഇയാളാണ് പാർട്ടി സെക്രട്ടറി ആക്കി ഇരിക്കുന്നത് എന്ന് അയാൾക്കൊന്നും ഒച്ചത്ത് പ്രസംഗിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ ഇന്ത്യയിൽ ഗാന്ധി കുടുംബത്തിന് പുറത്ത് ആദ്യമായിട്ട് തുടർച്ചയായി 2 തവണ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗാണ്. അദ്ദേഹം പതുക്കെ സംസാരിക്കുന്ന ഒരാളായിരുന്നു. അപ്പം ബഹളം ഉണ്ടാക്കിയാലേ നേതാവാകാൻ പറ്റൂ എന്ന് വിചാരിക്കുന്ന നേതാക്കന്മാർക്ക് അതൊരു പാഠമാണ് എന്നാണ് എനിക്കൊന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു അനുഭവം കൂടെ പറയും. ഞാൻ ഇദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ, ഒടുവിൽ കാണാൻ പോയപ്പോൾ നമ്മുടെ GM ഫർമീസ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫർമീസിൻ്റെ വീട് കാഞ്ഞിരോടാണ്, ഇദ്ദേഹത്തിൻ്റെ ധർമ്മടത്തിനടുത്താണത്. അപ്പോൾ കാഞ്ഞിരോട്ടുകാരനാണെന്ന് പറഞ്ഞപ്പോഴേക്ക് ഉള്ളിൽ നാട്ടുകാരനാണ് ഉണർന്നു. പിന്നെ ഓരോ ആളുകൾ, അപ്പം ഫർമീസിൻ്റെ വീട് ചോദിക്കുന്നു, ബാപ്പാൻ്റെ പേര് ചോദിക്കുന്നു, അപ്പോൾ ഇന്ന ആളുടെ ഇന്ന് മൊയ്തു ഹാജി മറ്റേ ഇങ്ങനെ കുറേ കണക്ട് ചെയ്ത് അപ്പോൾ അത് ശരിക്കുണ്ടല്ലോ ഒരു അദ്ദേഹത്തെ ഗ്രാസ് റൂട്ട് ലീഡർ എന്നുള്ള ഒരു സംഗതിയാണത്. അപ്പോൾ ആ ഒരു ഓർമ്മ അത് അദ്ദേഹം വിവിധ മതങ്ങൾക്കകത്ത് അവാന്തര വിഭാഗങ്ങളുടെ നേതാക്കന്മാരുമായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഓഫീസിന് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ട്. അത് വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു നെറ്റ്വർക്കിംഗ് ഉണ്ട്. അത് വളരെ പ്രധാനമായിട്ടുള്ളൊരു സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നു. യെസ്, എന്തൊക്കെയായാലും നിലവിൽ CPM-ൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മറ്റൊരു നേതാവ് എന്ന് പറയാൻ ഒരാളില്ല, മുൻനിർത്തി കാണിക്കാനുള്ള ഒരു നേതാവില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനിലൂടെ തന്നെ ഒരു വിജയം, തുടർഭരണം LDF-ന് നേടാൻ കഴിയുമോ എന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. എന്തൊക്കെയായാലും ഇനിയും ഏറെ നാൾ CPM-നെ നയിക്കാൻ പിണറായി വിജയന് കഴിയട്ടെ. പിറന്നാൾ ആശംസകൾ നേരുന്നു.